ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്വിറ്റ്സർലാൻഡ് MBBS ഉള്ള ഓപ്ഷനേ കൊടുക്കുന്നില്ല. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ MBBS സ്വപ്നം ഒന്ന് കുഴിച്ചു മൂടി അതിന് മുകളിൽ ചെടി നടണ്ട. ഞാനിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ഒരു ട്രെയിനിലാണുള്ളത്. സ്വിറ്റ്സർലാൻഡിലെ MBBS എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വിറ്റ്സർലാൻഡിൽ MBBS പഠിക്കുന്നതിൻ്റെ എങ്ങനെയാണ് MBBS പഠിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതൊക്കെ. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്വിറ്റ്സർലാൻഡ് MBBS ഉള്ള ഓപ്ഷനേ കൊടുക്കുന്നില്ല. അതായത് സ്വിറ്റ്സർലാൻഡിൽ MBBS പഠിക്കാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ പെർമിറ്റേ കൊടുക്കുന്നില്ല. നിങ്ങളൊരു സ്വിറ്റ്സർലാൻഡിലെ സിറ്റിസൺ ആണെങ്കിൽ അതല്ലെങ്കിൽ മിനിമം നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിലെ റെസിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ MBBS പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് മാറി അവിടുത്തെ പാസ്പോർട്ട് എടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് റെസിഡൻസ് ഉള്ള ആളുകൾ, അവിടെ ജീവിക്കുന്ന റെസിഡൻസ് കാർഡുള്ള ആളുകളാണെങ്കിൽ അവർക്കും സ്വിറ്റ്സർലാൻഡിൽ MBBS പഠിക്കാം. അതല്ലെങ്കിൽ യൂറോപ്പിലുള്ള യൂറോപ്യൻസിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഠിക്കാം. അതല്ലാതെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്വിറ്റ്സർലാൻഡിൽ MBBS പഠിക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, സ്വിറ്റ്സർലാൻഡിൽ ഒരു കോളേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള മെഡിസിൻ കോഴ്സ് ഇല്ല. ഒരു കോളേജിലും ഇല്ല. ഇവിടെ ആകെ ജർമ്മനിലും ഫ്രഞ്ചിലുള്ള മെഡിസിൻ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ജർമ്മനിലുള്ള കോഴ്സുകളുണ്ട്, ഫ്രഞ്ചിലുണ്ട്. അപ്പോൾ ജർമ്മൻ നിങ്ങൾക്ക് B2 C1 ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഫ്രഞ്ച് B2 അല്ലെങ്കിൽ C1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് റെസിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ മെഡിസിൻ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ റെസിഡൻസിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫീസ് ഏകദേശം 1000 to 6500 CHF ആണ്. ഇവിടെ പൈസയാണ്. ലിവിങ് കോസ്റ്റ് ഓൾമോസ്റ്റ് സ്വിറ്റ്സർലാൻഡ് അറിയാമല്ലോ, നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഹൂർന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഏകദേശം 40 CHF ഉണ്ടായിരുന്നു. ഇപ്പം പോയിന്റ് ടു പോയിന്റ് എടുത്തുകൊണ്ടാണെന്ന് വിചാരിക്കുക. എന്നാൽ പോലും സ്വിസ് പാസ് എടുത്താൽ പോലും ഇവിടെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡ് പഠിക്കുക എന്നുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് ലിവിങ് കോസ്റ്റ് 1500 to 2500, അതായത് 1.5 ലക്ഷം to 2 ലക്ഷം രൂപ ഒരു മാസത്തേക്ക് വരും. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ MBBS സ്വപ്നം ഒന്ന് കുഴിച്ചു മൂടി അതിന് മുകളിൽ ചെടി ഒന്ന് നടണ്ട. സ്വിറ്റ്സർലാൻഡിലേക്ക് എത്താൻ മറ്റൊരു വഴിയുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ, യൂറോപ്യൻ യൂണിയനിൽ MBBS കഴിഞ്ഞതിന് ശേഷം ആ ഡിഗ്രി വെച്ചിട്ട് സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് റെക്കഗ്നൈസേഷൻ എടുക്കാൻ പറ്റും. അതായത് യൂറോപ്യൻ യൂണിയനിൽ ബൾഗേറിയ, റൊമാനിയ, പോളണ്ട് പോലുള്ള പൈസ കുറഞ്ഞിട്ട് നമുക്ക് MBBS പഠിക്കാൻ പറ്റി ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് ഇന്ത്യൻസ് പഠിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടെ പഠിച്ചതിന് ശേഷം സ്വിറ്റ്സർലാൻഡിലെ റെക്കഗ്നൈസേഷൻ ബോഡിയായിട്ടുള്ള മെബേക്കോ, അവരുടെ റെക്കഗ്നൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരുടെ റെക്കഗ്നൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പഠിച്ചതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് മാച്ച് ആവും. അങ്ങനെ റെക്കഗ്നൈസേഷൻ എടുത്തതിന് ശേഷം നമുക്ക് സ്വിറ്റ്സർലാൻഡിലെ ജോബിന് അപ്ലൈ ചെയ്ത് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന, ഫീസ് കുറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിച്ചിട്ട് അവിടുന്ന് MBBS കഴിഞ്ഞതിന് ശേഷം സ്വിറ്റ്സർലാൻഡിൻ്റെ മെഡിക്കൽ റെക്കഗ്നൈസേഷൻ എടുത്ത് ഇങ്ങോട്ട് പോരാ. ഈ റെക്കഗ്നൈസേഷൻ എടുക്കാൻ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് മുന്നോട്ടേക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ റെക്കഗ്നൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം UK നമ്മൾ പ്ലാബ് 1ഉം 2 എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് GMC രജിസ്ട്രേഷൻ ആണ്. GMC രജിസ്ട്രേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് അവിടെ ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ജോലി കിട്ടണം. അതേപോലെ സ്വിറ്റ്സർലാൻഡിൽ റെക്കഗ്നൈസേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പല ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്ത് ജോലി കണ്ടെത്തണം. ഇനിയിപ്പം ഇന്ത്യയിൽ MBBS പഠിച്ച ആളുകളാണെങ്കിൽ, ഇന്ത്യയിൽ MBBS പഠിച്ചിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഇന്ത്യയിൽ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെബേക്കോ റെക്കഗ്നൈസേഷൻ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്, റെക്കഗ്നൈസേഷൻ എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ, സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യാൻ. കുറച്ച് ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇന്ത്യയിൽ MBBS പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് പാത്വേ എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് MD എടുക്കുക, അതായത് PG എടുക്കുക. അതായത് ഇറ്റലിയിലോ അല്ലെങ്കിൽ ബൾഗേറിയയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ റൊമാനിയയിലോ, ഇവിടെ എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ട്, PG കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ്. എല്ലാ PGയും ലോക്കൽ ലാംഗ്വേജിലാണ്. ഇപ്പോൾ ബൾഗേറിയയിൽ പഠിക്കണം, ബൾഗേറിയൻ ലാംഗ്വേജ് പഠിക്കണം. ഇറ്റാലിയയിൽ പഠിക്കണം, ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കണം. ഈ ഭാഷ പഠിച്ചതിന് ശേഷം അവിടെ PG എടുത്തിട്ട് ആ PG വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മെബേക്കോൻ്റെ റെക്കഗ്നൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് വരാം. ഇതായിരിക്കും ഇന്ത്യയിൽ പഠിച്ച കുട്ടികൾക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ഡോക്ടറായിട്ട് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ MBBS പഠിക്കുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുക. സ്വിറ്റ്സർലാൻഡിൽ ഡയറക്റ്റ് MBBS പഠിക്കാൻ ഇവിടുത്തെ റെസിഡൻസ് ഇല്ലെങ്കിൽ ഒരു വഴിയില്ല. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴികൾ ഞാൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും രാജ്യത്ത് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത്. ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും ഒരു PG വെച്ച് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് സ്വിറ്റ്സർലാൻഡിൽ MBBS ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാം.